students, welcome back to another class by Alpha Tutors. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാടധികം എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? ദ മിൽക്ക്, ദ സെറ്റിംഗ് ഓഫ് ദ മിൽക്ക് ടു ദി കർഡ്, അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഓഫ് ദി അയൺ, അതായത് നമ്മുടെ ഇരുമ്പ് വസ്തുക്കളൊക്കെ റെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷൻ ആൻഡ് ഓൾസോ റെസ്പിറേഷൻ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. സോ ഈ റിയാക്ഷനിലൊക്കെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതായത് ഇനിഷ്യൽ സബ്സ്റ്റൻസിനെക്കാട്ടും എൻറ്റയർലി ന്യൂ സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്യുന്നത്. സോ മിൽക്കിനെക്കാട്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ് വിത്ത് പ്രോപ്പർട്ടീസ് നോക്കിയാലൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അബൌട്ട് ദി ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അബൌട്ട് ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. സോ ഫിസിക്കൽ ചേഞ്ച് ആകുമ്പോഴത്തേക്കും അവിടെ കെമിക്കൽ കോമ്പസിഷൻ്റെ അകത്തൊന്നും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പസിഷൻ. അതേസമയം തന്നെ അവിടെ എന്ന് പറയുമ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ്, ഒരു ന്യൂ പ്രോഡക്റ്റ് ഒന്നും ഫോം ആകുന്നുണ്ടാവില്ല. ഫിസിക്കൽ ചേഞ്ചിൽ നോ ന്യൂ പ്രോഡക്റ്റ് ഇസ് ഫോംഡ്. അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? അതായത് നമ്മൾ വാട്ടറിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് പഠിച്ചത്, വാട്ടർ നമുക്കറിയാം ഹീറ്റ് ചെയ്യുമ്പോഴേക്കും അത് വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ വാട്ടർ വേപ്പർ നമ്മൾ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത്, അതായത് കൂൾ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പസിഷൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ പുതിയൊരു പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനുമാണ്. അതേസമയം കെമിക്കൽ ചേഞ്ചസ് എടുക്കുമ്പോഴോ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതായത് കെമിക്കൽ ചേഞ്ച്, അതായത് കെമിക്കൽ കോമ്പോസിഷൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് അവിടെ ഫോം ആകുന്നുണ്ട്. ആ ന്യൂ പ്രോഡക്റ്റ് ഇസ് ഫോംഡ്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. അതായത് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഏതെടുക്കാം? ബേണിംഗ് ഓഫ് ദി പേപ്പർ എടുക്കാം. അതായത് നമ്മൾ പേപ്പർ ബേൺ ചെയ്യുന്ന സമയത്ത്, ബേണിംഗ് ഓഫ് പേപ്പർ, നമ്മൾ പേപ്പർ ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്? ഒരു ആഷ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടാകുന്നത്. അതായത് ഒരു കെമിക്കൽ കോമ്പസിഷനെ മാറ്റം സംഭവിച്ചുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് പേപ്പറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ആഷ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഒരിക്കലും കെമിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് ഈ കിട്ടുന്ന ആഷ് നമുക്ക് ഒരിക്കലും പേപ്പർ ആക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ബി എന്താണ്? ഇറിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ എവിടെയാണോ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നത് ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അതായത് അവിടെ ഒരു ചേഞ്ചസ് നടക്കുന്നുണ്ടാകും. ഒരു ചേഞ്ച് നടന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് മെഗ്നീഷ്യം റിബൺ എടുക്കാം. നമ്മൾ മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്യുകയാണ്. അപ്പോൾ ആക്ടിവിറ്റി 1.2 നോക്കുമ്പോൾ അറിയാം നമ്മൾ മെഗ്നീഷ്യം റിബൺ എന്ത് ചെയ്തു? ബേൺ ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് ഒബ്സർവേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന സമയത്ത് മെഗ്നീഷ്യം റിബൺ ഒരു ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ആയിട്ട് ബേൺ ചെയ്തുകൊണ്ട് അത് എന്തായിട്ട് മാറും? ഒരു വൈറ്റ് ആഷ് ആയിട്ട് അത് മാറും. ഒരു ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിമിൽ അത് കത്തിക്കൊണ്ട് ഒരു വൈറ്റ് ആഷ് ആയിട്ടായിരിക്കും മെഗ്നീഷ്യം റിബൺ മാറുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്തായിരിക്കും? അതായത് നമ്മുടെ മെഗ്നീഷ്യം റിബൺ, അതായത് മെഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ Mg ആണെന്ന് അറിയാം. മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന സമയത്ത് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ബേണിംഗ്? അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിം കൊണ്ട് ഒരു വൈറ്റ് ആഷ് അല്ലെങ്കിൽ വൈറ്റ് പൗഡർ കിട്ടും. ആ വൈറ്റ് പൗഡറാണ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സിങ്ക് ഗ്രാനുൾസിൻ്റെ എക്സാമ്പിൾ. അതെന്താണ്? സിങ്ക് ഗ്രാനുൾസ് ആണെങ്കിൽ നമ്മൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇടുമ്പോൾ, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ സിമ്പൽ എന്താണ്? H2SO4. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇടുമ്പോൾ അവിടെ എന്ത് ചേഞ്ചസ് നടക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? സിങ്ക് ഗ്രാനുൾസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇടുന്ന സമയത്ത് അവിടെ ഒരു ബബിൾ, കുറേ അധികം
എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ബബിൾസ് ഫോം ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടെസ്റ്റ് ട്യൂബിന്റെ അവിടെ ഒരു ഹീറ്റ് ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഹീറ്റ് ഈസ് ഓൾസോ ഫോംഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? അതായത് സിങ്ക് ഗ്രാനുവൽസ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്തുകൊണ്ട് സിങ്ക് സൾഫേറ്റും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ബബിളായിട്ട് ടെസ്റ്റ് ട്യൂബിൽ കാണുകയും അതുപോലെ തന്നെ ഈ റിയാക്ഷൻ്റെ നടക്കുന്നതിനോടൊപ്പം ടെസ്റ്റ് ട്യൂബിൻ്റെ അവിടെ ഹീറ്റ് ഫോം ആവുകയും കാണാൻ സാധിക്കും. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ലെഡ് നൈട്രേറ്റ്. ലെഡ് നൈട്രേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല PbNO3 ആണ്. അപ്പോൾ ലെഡ് നൈട്രേറ്റ് അവർ ചോദിക്കുന്നത് പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് മിക്സ് ചെയ്യാനാണ്. സോ ലെഡ് നൈട്രേറ്റിൻ്റെയും പൊട്ടാഷ്യം അയഡൈഡിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാവരും രണ്ടുപേരും എന്താണ്? ഇവർ രണ്ടുപേരും കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷനുകളാണ്. സോ കളർലെസ് സൊല്യൂഷൻസ് ആയിട്ടുള്ള ലെഡ് നൈട്രേറ്റും പൊട്ടാഷ്യം അയഡൈഡ് KI ആണ്. പൊട്ടാഷ്യം K, അയഡൈഡ് I ആയിരിക്കും. സോ KI തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ആകും. വാട്ട് യു ഒബ്സർവ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അവിടെ ഫോം ആകുക. അതായത് ലെഡ് നൈട്രേറ്റും പൊട്ടാഷ്യം അയഡൈഡുകൾ തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് കളർലെസ് സൊല്യൂഷൻസ് റിയാക്ട് ചെയ്തുകൊണ്ട് അവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള PbI2 ലെഡ് അയഡൈഡും അതിനോടൊപ്പം തന്നെ KNO3 ആയിട്ടുള്ള പൊട്ടാഷ്യം അയഡൈഡ് ആയിരിക്കും ഫോം ആകുന്നുണ്ടാകുന്നത്. സോ ഈ എല്ലാ കെമിക്കൽ റിയാക്ഷൻസും കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഓരോ കെമിക്കൽ റിയാക്ഷനിലും ഓരോരോ ചേഞ്ചസ് ഉണ്ടാകും. ആദ്യത്തെ മെഗ്നീഷ്യം റിബണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെഗ്നീഷ്യം റിബൺ ഒരു ലൈറ്റ് വൈറ്റ് ഫ്ലെയിം, ഒരു വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിമിൽ കത്തിക്കൊണ്ട് ഒരു വൈറ്റ് പൗഡറായിട്ട് മാറി അല്ലേ. രണ്ടാമത്തെ നമ്മുടെ സിങ്കിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോഴോ സിങ്ക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നത് കണ്ടു അല്ലേ. അതോടൊപ്പം തന്നെ എന്താണ്? ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഫോം ആകുന്നതും കണ്ടു. മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള ലെഡ് നൈട്രേറ്റ് എടുക്കുമ്പോഴോ ലെഡ് നൈട്രേറ്റിൻ്റെ അവിടെ എന്താണ്? ഒരു യെല്ലോ കളർലെസ് ആയിട്ടുള്ള ലിക്വിഡുകൾ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ഒരു കളർ ചേഞ്ച് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാടധികം മാറ്റങ്ങൾ എന്തുണ്ടാവും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കും. സോ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവുന്ന? വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ? അവിടെ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റിൽ അവിടെ ഒരു മാറ്റം സംഭവിക്കാം. ചിലപ്പോൾ നമ്മളുടെ മെഗ്നീഷ്യം റിബൺ കത്തിച്ച പോലെ അവിടെ എന്തുണ്ടാകാം? ഒരു ലൈറ്റ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സിങ്ക് റിയാക്ട് ചെയ്ത പോലെ ഗ്യാസ് ഇവോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിങ്കിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ചേഞ്ച് പോലെ തന്നെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ലെഡിൻ്റെ റിയാക്ഷൻ എടുത്ത പോലെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകാനും സാധ്യതയുണ്ട്. സോ വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? അവിടെ സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാകാം, ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാകാം, കളറിൽ ചേഞ്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ ഗ്യാസോ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവോൾവ് ആകാനും എന്തുണ്ടാവും? സാധ്യതയുണ്ടാകും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും ആ റിയാക്ഷനിൽ ഉണ്ടാകണമെന്ന് ഇല്ല. പക്ഷെ എന്താണ്? ഏതെങ്കിലും ഒരു മാറ്റം അവിടെ എന്തായാലും സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്കിനി പഠിക്കാം ഈ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ സിംബോളിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഹൗ ടു സിംബോളിക്കലി റെപ്രസെൻറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. സോ നമുക്കിനി നേരത്തെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, അത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലുള്ള കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എങ്ങനെ അതിനെ സിംബോളിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. അതായത് ആദ്യം ചെയ്ത ആക്ടിവിറ്റി ഓർമ്മയുണ്ടല്ലോ, മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നത്. അതായത് മെഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോംസ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നതിന് മുമ്പ് സാൻഡ് പേപ്പർ കൊണ്ട് റബ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നതിന് മുമ്പ് സാൻഡ് പേപ്പർ കൊണ്ട് റബ് ആകുന്നത്? കാരണം വേറൊന്നുമല്ല, മെഗ്നീഷ്യം റിബൺ വെറുതെ ഇരിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കോട്ട് അതിലുണ്ടാവാൻ, ഒരു ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നല്ലതുപോലെ റിയാക്ഷൻ നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ കൊണ്ട് റബ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതെങ്ങനെ നമുക്ക് ഷോർട്ടറായിട്ട് എഴുതാം. ഇത്രയും വലിയൊരു ഡിസ്ക്രിപ്ഷൻ, ക്വൈറ്റ് ലോങ് അല്ലേ, ഇത്രയും വലിയ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ടറായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? വേർഡ് ഇക്വേഷൻ്റെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? വേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതാം.
അതായത് നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ്റെ എലമെൻസിൻ്റെ പേരുകൾ നെയിം എഴുതിക്കൊണ്ട് നമുക്കൊരു വേർഡ് ഇക്വേഷൻ തയ്യാറാക്കാം. അതായത് മെഗ്നീഷ്യം റിബൺ ആകുമ്പോൾ അവിടെ എന്താണ് മെഗ്നീഷ്യം എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാകുക, റിയാക്ട് ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോൾ അത് ബേൺ ചെയ്യുക മീൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. സോ ഓക്സിജൻ. എന്നിട്ട് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടാകുന്നത്, മെഗ്നീഷ്യം, വൈറ്റ് പൗഡർ ആയിട്ടുള്ള മെഗ്നീഷ്യം ഓക്സൈഡ്. സോ മെഗ്നീഷ്യം ഇനി നമുക്ക് എന്താണ് റിയാക്റ്റൻ്റ് എന്നും എന്താണ് പ്രോഡക്റ്റ് എന്നും പഠിക്കാം. അപ്പോൾ റിയാക്റ്റൻറ്റും അതുപോലെ തന്നെ പ്രോഡക്റ്റ്. സബ്സ്റ്റൻസസ് വിച്ച് ടേക്സ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ ഈസ് കോൾഡ് റിയാക്റ്റൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുമ്പോൾ അതിൽ ടേക്സ് പാർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം ദി ന്യൂ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് ഫോം ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ന്യൂ സബ്സ്റ്റൻസസ്. അപ്പോൾ എന്താണ് റിയാക്റ്റൻസും പ്രോഡക്ട്സും? അപ്പോൾ എന്താണ് റിയാക്റ്റൻസും പ്രോഡക്റ്റും? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആരാണോ റിയാക്ഷൻ നടക്കുമ്പോൾ നടക്കാൻ സഹായിക്കുന്നത് അതാണ് റിയാക്റ്റൻറ്റും. ആ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിയാക്റ്റൻസ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും എഴുതുന്നുണ്ടാവുന്നത്, ഇടതുവശത്തായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും എഴുതുക. അതുപോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും എഴുതുക. അതേസമയം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നിൽ കൂടുതലോ റിയാക്റ്റൻസോ പ്രോഡക്റ്റുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്കിടയിൽ ഒരു പ്ലസ് സൈന് ഇടണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുമ്പോൾ ദി ഡയറക്ഷൻ ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ, അതായത് റിയാക്റ്റൻറ്റിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ഉണ്ടായി എന്ന് കാണിക്കുന്നതാണ് ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അബൌട്ട് ദി റിയാക്റ്റൻസും പ്രോഡക്റ്റും ആരോ മാർക്കും പ്ലസ് സൈൻ എന്നൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഈ വേർഡ് ഇക്വേഷൻ വീണ്ടും എന്ത് ചെയ്യാം, ഷോർട്ടർ ആക്കാം. അതായത് വേർഡ് ഇക്വേഷൻ നമ്മൾ കെമിക്കൽ നെയിം അല്ല എഴുതിയത്, ഒരു എലമെന്റ്സിന്റെ നെയിമാണ് എഴുതിയത്. ഈ നെയിം എഴുതിയ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, കെമിക്കൽ ഫോർമുല എഴുതാം. കെമിക്കൽ ഫോർമുല എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വീണ്ടും ഷോർട്ടർ ആക്കാം. അങ്ങനെ കെമിക്കൽ ഫോർമുല എഴുതിക്കൊണ്ട് ഷോർട്ടർ ആക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണത്, കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എലമെന്റ്സിന്റെ ഒക്കെ സിമ്പിൾ അറിയാം അല്ലെ. മെഗ്നീഷ്യന്റെ സിമ്പിൾ എന്താണ്, Mg. ഓക്സിജന്റെ എന്താണ്, O2. മെഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്, MgO അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന വേർഡ് ഇക്വേഷൻ വീണ്ടും ഷോർട്ടർ ആക്കി നമുക്ക് ഫോർമുലയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എഴുതിയ കെമിക്കൽ ഇക്വേഷന്റെ റിയാക്റ്റന്റ് സൈഡിലുള്ളതും പ്രോഡക്റ്റ് സൈഡിലുള്ളതുമായിട്ടുള്ള എലമെന്റ്സിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് കൗണ്ട് ചെയ്യാം. അതായത് റിയാക്റ്റൻസ് നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് സെയിം ആണല്ലേ, മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യാം. അതായത് മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു Mg ആയിരിക്കും ഉണ്ടാവുക. O2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓക്സിജൻ ആറ്റം ആയിരിക്കും ഉണ്ടാവുക. അതേസമയം നമുക്ക് പ്രോഡക്റ്റ് സൈഡ് എടുക്കുമ്പോൾ മെഗ്നീഷ്യം ഒരെണ്ണം, ഓക്സിജൻ എന്താണ് 1 ഇൻ നമ്പർ ആയിരിക്കും. അതായത് റിയാക്റ്റന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം നമ്പർ ഓഫ് ആറ്റംസ് എന്തല്ല, ഈക്വൽ അല്ല. മെഗ്നീഷ്യം 1 ഇൻ ഈച്ച് ആണ്, പക്ഷെ എന്താണ്, ഓക്സിജൻ എടുക്കുമ്പോൾ ഓക്സിജൻ 2ഉം ഇൻ റിയാക്റ്റന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അൺബാലൻസ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ ആവാതെ അൺബാലൻസ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷനെ പറയുന്ന പേരാണ് എന്ത്, സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ. സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ ഈ അൺബാലൻസ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കാം. സോ അബൌട്ട് ദി ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ, 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ പറ്റി. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ദ മാസ് ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് എന്താ, ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ പറയും, റിയാക്റ്റന്റ് സൈഡ് എന്താണ്, റിയാക്റ്റന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡിലുള്ള ടോട്ടൽ മാസ് ഓഫ് എലമെന്റ് എന്തായിരിക്കണം,
സെയിം ആയിരിക്കണം അല്ലെ. ടോട്ടൽ മാസ് ഓഫ് എലമെന്റ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? റിയാക്ടൻ സൈഡിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റും അതുപോലെ തന്നെ എന്താണ് പ്രോഡക്റ്റ് സൈഡിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റും എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയുള്ള ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് സിങ്ക് ഗ്രാനുൾസിന്റെ റിയാക്ഷൻ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത ഓർമ്മയില്ലേ? അപ്പൊ എന്താണ് സിങ്ക് ഗ്രാനുൾസ് എന്ന് പറയുന്നത്? ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്താണ്? H2SO4. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു അല്ലേ? സിങ്ക് സൾഫേറ്റും അതോടൊപ്പം എന്ത് ഫോം ചെയ്യും? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഇനി നമുക്ക് ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിയാക്ടൻ സൈഡിലുള്ളതും പ്രോഡക്റ്റ് സൈഡിലുള്ളതുമായിട്ടുള്ള എന്തെടുക്കാം? എലമെന്റുകൾ സെലക്ട് ചെയ്ത് എഴുതാം. അതായത് റിയാക്ടൻ സൈഡ് നമുക്ക് സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ നമുക്കുണ്ട്, സൾഫർ S4 സൾഫർ, O4 ഓക്സിജൻ. പ്രോഡക്റ്റ് സൈഡും സെയിം ആയിരിക്കും. എന്താണ്? സിങ്കും ഹൈഡ്രജനും സൾഫറും ഓക്സിജനും. ഇനി നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്ത് തുടങ്ങാം. സിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരെണ്ണമാണുള്ളത്, H2, സോ 2 ഹൈഡ്രജൻ ആറ്റം. സൾഫർ 1 സൾഫർ ആറ്റം. O4 4 ഓക്സിജൻ ആറ്റം. ഇനി നമുക്ക് പ്രോഡക്റ്റ് സൈഡ് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് എണ്ണാം. അതായത് എന്താണ്? സിങ്കിൽ 1 ആറ്റം ആൻഡ് സൾഫർ നമുക്ക് 1 ആറ്റം ആൻഡ് ഓക്സിജൻ O4, സോ ഇറ്റ് ഹാവ് 4 ആറ്റംസ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഇറ്റ് ഹാവ് 2 ആറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ നോക്കുമ്പോൾ നമ്പർ ഓഫ് റിയാക്ടൻസ്, അതായത് സിങ്ക് ആയിരുന്നാലും 1 in each, ഹൈഡ്രജൻ 2 in each, സൾഫർ 1 in each, ഓക്സിജൻ ഓൾസോ 4 in each. സോ റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇതെന്ത് ഇക്വേഷൻ? ഇതെന്ത് എക്സാമ്പിൾ ആണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ്റെ എക്സാമ്പിൾ ആകും അല്ലേ. ഇനി നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കാം. അതായത് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. അതായത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. Fe അയൺ ആണ്. Fe റിയാക്ട് വിത്ത് H2O വാട്ടർ will gives you Fe3O4 ferric oxide plus H2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് എഴുതിയെടുക്കാം. റിയാക്ടൻ സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലുമുള്ള എലമെന്റ്സ് ആദ്യം ഏതാണെന്ന് എഴുതാം. അതായത് Fe ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതേസമയം പ്രോഡക്റ്റ് സൈഡ് നമുക്ക് സെയിം ആണ്. അയൺ ഉണ്ട്, ഓക്സിജൻ അതുപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ട് അല്ലേ. നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യാം. അതായത് Fe എന്ന് പറയുന്നത് 1 ആണ്. H2, സോ ഇറ്റ്സ് 2 in number. ഓക്സിജന് 1 in number. ആൻഡ് നമുക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോഴോ പ്രോഡക്റ്റ്സ് ആയാലും Fe3, സോ 3 Fe ആറ്റം ഉണ്ട്. O4, സോ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. H2, സോ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. നമുക്ക് ബാലൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റം ഉള്ളത് അതെടുക്കുക. അതായത് നമുക്ക് നോക്കുമ്പോൾ ഓക്സിജൻ ആണല്ലേ, പ്രോഡക്റ്റ് സൈഡും റിയാക്ടൻ സൈഡും കമ്പയർ ചെയ്യുമ്പോൾ 3 and 4. സോ ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. സോ നമുക്ക് ഓക്സിജൻ എടുക്കാം. അത് നമുക്ക് പ്രോഡക്റ്റ് സൈഡ് വെച്ച് ഈക്വൽ ആക്കാൻ നോക്കാം. അതായത് ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ 4 ഉണ്ട്, റിയാക്ടൻ സൈഡിൽ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതും നമുക്ക് 4 ആക്കണം. സോ ഇൻറ്റു 4 = 4 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ ഇവിടെ ഉള്ളത് H2ലാണ്. സോ നമുക്ക് അവിടെ 4 എന്നിടാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? നമ്മൾ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യും. നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? Fe3O4 എന്ന് എഴുതിയിരിക്കുന്ന പോലെ താഴെ എഴുതാതിരിക്കുക. എന്താ? എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോഎഫിഷ്യന്റുകൾ സൈഡിൽ ലെഫ്റ്റിലെ മുകളിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും താഴെ എഴുതരുത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്തു? 4 ആയിട്ട് ഓക്സിജൻ ബാലൻസ് ചെയ്തു. സോ ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനോടൊപ്പം 4 ഇടുന്ന സമയത്ത് ഹൈഡ്രജനും ചേഞ്ച് ആകുന്നുണ്ട്. അതായത് 2 ആയിരുന്ന ഹൈഡ്രജൻ ഇൻറ്റു 4 ആയിട്ട് എത്ര ആയിട്ട് മാറി? 8 ആയിട്ട് അവിടെ മാറി. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത്രയും ചേഞ്ചസ് ഉണ്ടാകും. സോ നമ്പർ ഇടുന്ന നമുക്കൊരു കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്ലീസ് ബി ഷുവർ ദാറ്റ് എന്താണ്? ആ 4 ആ കോഎഫിഷ്യന്റ് അതിലുള്ള എലമെന്റുകൾ ആ ഒരു റിയാക്റ്റന്റിനകത്തുള്ള എലമെന്റ്സിന് എല്ലാവർക്കും എന്താണ്? ബാധകമായിരിക്കും. അപ്പോൾ 4 നമുക്ക് ചെയ്യുമ്പോൾ ഓക്സിജനും മാറും, അതോടൊപ്പം എന്തും മാറും? ഹൈഡ്രജനും മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഹൈഡ്രജൻ നമുക്ക്
പ്രോഡക്റ്റ് സൈഡിലും കൂടെ ബാലൻസ് ചെയ്യും. സോ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് സൈഡിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ, പക്ഷെ റിയാക്ടൻ സൈഡിൽ 8 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 2 ആക്കണം. സോ ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 8 ആകും. അപ്പം എന്താകും, ഇൻറ്റു 4. അപ്പോൾ 4 കോഎഫിഷ്യന്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യും. സോ അവിടെയും എന്തായി, 8 ആയി. റിയാക്ടൻ സൈഡിലും 8 ആയി. നമുക്ക് ഇനി എന്ത് ബാലൻസ് ചെയ്യണം, ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇനി നമുക്ക് അയൺ ബാലൻസ് ചെയ്യണം. സോ Fe ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ 3 നമ്പർ ആണ്, ബട്ട് റിയാക്ടൻ സൈഡ് 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, റിയാക്ടൻ സൈഡിലും 3 ചെയ്യണം. അപ്പം എന്ത് വേണം, ഇൻറ്റു 3. സോ നമുക്ക് 3 ആണ് ഇവിടെ കോഎഫിഷ്യന്റ്. സോ നമുക്ക് 3 ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി, 3Fe plus 4H2O will gives you Fe3O4 plus 4H2. അതായത് എന്താണ്, നമുക്ക് റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് എന്താണ് ആറ്റമാണുള്ളത്. 3 in each. അയൺ 3 in each ആണ്, ഹൈഡ്രജൻ 8 in each ആണ്, ഓക്സിജൻ 4 in each ആണ്. സോ ഈ ഒരു മെത്തേഡ് ഓഫ് ബാലൻസിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. അപ്പോൾ എന്താണ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്? സോ ഒരുപാടധികം എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ബാലൻസിങ് ഓഫ് ദ കെമിക്കൽ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർഡിലോ കൊടുക്കാം, അപ്പോൾ കണ്ടിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും എക്സാമ്പിൾസോ വേണമെങ്കിൽ എന്നുള്ളവർ കമൻറ്റും ചെയ്യാം. സോ ഒരു ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അക്വസ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഉള്ള വസ്തുക്കളാണ് നമ്മൾ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുക, ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുക, ഗേഷ്യസ് ആണെങ്കിൽ ജി എന്ന് റെപ്രസെന്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് അക്വസ് ആണെങ്കിൽ AQ എന്ന് റെപ്രസെന്റ് ചെയ്യുക, AQ ഫോർ ദി അക്വസ്. സോ ഇവിടെ അയൺ നമുക്ക് എല്ലാവർക്കും അറിയാം, അയൺ സോളിഡ് സ്റ്റേറ്റിലാണ്. വാട്ടർ നമുക്ക് എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. സോ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ വേപ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷനിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് Fe3O4 കിട്ടിയ പ്രോഡക്റ്റും സോളിഡ് സ്റ്റേറ്റിലാണ്. ആൻഡ് ഹൈഡ്രജൻ നമുക്കിവിടെ എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ് നമുക്കിവിടെ ഫോം ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഇക്വേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആരോ മാർക്കിൽ എന്തെന്നിടാം, ടെമ്പറേച്ചർ കൊണ്ടാണ്, അല്ലെങ്കിൽ എത്ര കെൽവിൻ ആണ് അത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും ഒരു റിയാക്ഷൻ നടക്കുക. സോ നമുക്ക് ആരോ മാർക്കിൽ എന്ത് ചെയ്യാം, എത്ര പ്രഷർ ആണുള്ളത് അത് എഴുതാം. ഫോർ എക്സാമ്പിൾ ATM ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടാകുന്നത്. സോ പ്രഷറിന്റെ യൂണിറ്റുകൾ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ചിലപ്പോൾ എന്തായിരിക്കും, റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുമ്പോൾ സ്പീഡപ്പ് ആക്കാനായിട്ട് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. സോ ആരോ മാർക്കിൽ എന്ത് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, ഏത് കാറ്റലിസ്റ്റ് ആണോ അത് അപ്ലൈ ചെയ്തത് ആ ഒരു കാറ്റലിസ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ ആരോ മാർക്ക് എഴുതി ചേർക്കാം. ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എഴുതാൻ ആദ്യം റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഏതൊക്കെ എലമെന്റുകൾ എഴുതിയെന്ന് ഓർക്കണം, നമ്പർ ഓഫ് ആറ്റമുകൾ എഴുതണം. പിന്നെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ആർക്കാണോ ഉള്ളത് അത് വെച്ച് ബാലൻസ് ചെയ്യുക. പിന്നെ എന്താണ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എഴുതണം. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടാണ്. എന്താണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ആറ്റം അവിടെ മാറാനോ അല്ലെങ്കിൽ ഒരു ആറ്റം പോയിട്ട് വേറെ പുതിയൊരു ആറ്റം വരിക അല്ലെങ്കിൽ ഒരു ഡിസപ്പിയറൻസ് ഓഫ് ദി ആറ്റമോ ഒന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത്. ഒരു ആറ്റവും വേറൊരു ആറ്റവും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആയിട്ടാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈപ്സ് ഓഫ് ബോണ്ടിനെ പറ്റിയൊക്കെ നമ്മൾ ഇനി ചാപ്റ്റർ 3 and 4 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ എന്ത് പഠിക്കാം, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിക്കാം. സോ 5 ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഫൈനലി റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കോമ്പിനേഷൻ റിയാക്ഷനെ പറ്റി നോക്കാം. സോ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, അതായത് ക്വിക്ലൈം. അതായത് എന്താണ് ക്വിക്ലൈം? ഈ ക്വിക്ലൈം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്ലൈം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ വാട്ട് ഈസ് എ കെമിക്കൽ നെയിം ഫോർ ദി ക്വിക്ലൈം? ക്വിക്ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. ക്വിക്ലൈം എന്താണ്, കാൽഷ്യം ഓക്സൈഡ് ആണ്. സോ കാൽഷ്യം ഓക്സൈഡും വാട്ടറും ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് കാണും, അതായത്
ഒരുപാടധികം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ ക്വിക്ലൈമും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് വിഗറസ്ലി അവർ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരുപാടധികം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? ക്വിക്ലൈം ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡും വാട്ടർ ആയിട്ടുള്ള H2Oയും കൂടെ റിയാക്ട് ചെയ്തുകൊണ്ട് അവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള CaOH കിട്ടും. കാൽഷ്യം hydroxide. So what is the common name for the calcium hydroxide? അതായത് സ്ലേക്കൈറ്റ് ലൈം എന്നാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്നത്. സ്ലേക്കൈറ്റ് ലൈം. ഓക്കെ, സോ സ്ലേക്കൈറ്റ് ലൈം ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും എന്താണ്? രണ്ട് റിയാക്റ്റന്റുകൾ ചേർന്നുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. രണ്ട് റിയാക്റ്റന്റുകൾ ചേർന്നുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. അത് തന്നെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? Two or more reactant combine together to form a single product. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനിയും കോമ്പിനേഷൻ റിയാക്ഷൻ ഒരുപാടധികം എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ബേണിംഗ് ഓഫ് കോൾ എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദി കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ബേണിംഗ് ഓഫ് കോൾ. അപ്പോൾ കോൾ ബേൺ ചെയ്യുന്ന സമയത്ത്, അതായത് എന്താണ് ബേണിംഗ് ഓഫ് കോൾ എന്ന് പറയുമ്പോൾ കാർബൺ ആണ് കോൾ എന്ന് പറയുന്നത്. കാർബണും ബേണിംഗ് എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. സോ കാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതുപോലെയാണ് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? ഫോർമേഷൻ ഓഫ് വാട്ടർ. ഫോർമേഷൻ ഓഫ് വാട്ടർ. അപ്പൊ എന്താണ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് വാട്ടർ അവിടെ ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ്? രണ്ടോ രണ്ടിൽ കൂടുതലോ റിയാക്റ്റന്റുകൾ ചേർന്നുകൊണ്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് അവിടെ ഫോം ആയത്, അല്ലേ? സോ ആദ്യത്തെ റിയാക്ഷൻ ഓഫ് ദി ക്വിക്ലൈം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ്? ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാടധികം ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, അല്ലേ? പ്രോഡക്റ്റിനോടൊപ്പം എന്തും റിലീസ് ആകുന്നുണ്ട്, ഹീറ്റും റിലീസ് ആകുന്നുണ്ട്. സോ അങ്ങനെ ഹീറ്റ് റിലീസ് ആകുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. എന്താണത്? Exothermic reaction. അപ്പോൾ what is exothermic reaction? The reaction in which heat is released along with the product is known as the exothermic reaction. അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ. exothermic reaction ഒരുപാടധികം എന്തുണ്ട്? എക്സാമ്പിൾസ് ഉണ്ട്. സോ എക്സാമ്പിൾസ് ഓഫ് ദി exothermic reaction നോക്കുമ്പോൾ burning of the natural gas ഇല്ലേ? burning of the natural gas. burning of നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദി എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ റെസ്പിറേഷനും എന്തിന്റെ എക്സാമ്പിൾ ആണ്? എക്സോതെർമിക് റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? ടു ഓർ മോർ റിയാക്റ്റന്റുകൾ ചേർന്നുകൊണ്ട് സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്തും കൂടെ പഠിച്ചു? എക്സോതെർമിക് റിയാക്ഷനെ പറ്റിയും പഠിച്ചു. എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മൾ ആദ്യം മെഗ്നീഷ്യം റീബേൺ ബേൺ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താണത്? മെഗ്നീഷ്യം റീബേൺ ബേൺസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഗീവ്സ് യു മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ അത് എന്ത് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആയിരിക്കും? അതും എന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആയിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് അവിടെ ഫോം ആകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആയിട്ടുള്ള ഡീകമ്പോസിഷൻ റിയാക്ഷനെ പറ്റി പഠിക്കാം. ഓക്കെ, സോ അബൌട്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഫെറസ് സൾഫേറ്റ്. FeSO4 ആണ് എന്ത്? ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്ത് നോക്കാം. ഫെറസ് സൾഫേറ്റ് എന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്ത് നോക്കാം. ഹീറ്റ് ചെയ്യുന്ന സമയം നമുക്ക് അവിടെ എന്ത് കാണാൻ സാധിക്കും? ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. എന്ത്? ഫെറസ് സൾഫേറ്റ്. സോ ഈ ഗ്രീൻ കളർ ആയിട്ടുള്ള കോമ്പൗണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ബ്രൗൺ കളറിലുള്ള എന്തായിട്ട് മാറും? Fe2O3. എന്താണ് Fe2O3? ഫെറിക് ഓക്സൈഡ് ആണ് Fe2O3. അതോടൊപ്പം തന്നെ ഒരു ഫൗൾ സ്മെല്ലുള്ള സൾഫർ ഡയോക്സൈഡ് SO2ഉം അതോടൊപ്പം തന്നെ SO3 അതായത് സൾഫർ ട്രയോക്സൈഡ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ടാകും, അല്ലേ?
അപ്പോൾ ഈ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്, ഒരു സിംഗിൾ റിയാക്ടന്റ് സ്മോൾ ആയിട്ടുള്ള കുഞ്ഞി പ്രോഡക്ട്സ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കോമ്പിനേഷൻ റിയാക്ഷനിൽ എന്താണ് സംഭവിച്ചത്, അവിടെ 2-3 റിയാക്ടന്റുകൾ ചേർന്നുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. പക്ഷെ ഇവിടെ ഡീകമ്പോസിഷനിലോ ഒരു റിയാക്ടന്റുകൾ 2-3 കുഞ്ഞു പ്രോഡക്റ്റുകളായിട്ട് സിമിലർ പ്രോഡക്റ്റുകളായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇനിയും ഡീകമ്പോസിഷന്റെ കുറച്ചധികം എക്സാമ്പിൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ദി ലൈംസ്റ്റോൺ. ഡീകമ്പോസിഷൻ ഓഫ് എന്ത്, ലൈംസ്റ്റോൺ. അപ്പൊ ലൈംസ്റ്റോൺ നമ്മൾ വെറുതെ ഇട്ട് ചൂടാക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിലിട്ട് ലൈംസ്റ്റോൺ മാത്രമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലൈംസ്റ്റോണിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്, CaCO3. അതായത് എന്താണ്, കാൽഷ്യം കാർബണേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. സോ ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താകുന്നു, കുഞ്ഞു പ്രോഡക്റ്റ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡും അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. ഈ ഡീകമ്പോസിഷൻ ഓഫ് ദി ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇൻഡസ്ട്രികളിൽ. അതായത് ഈ കാൽഷ്യം ഓക്സൈഡ്, നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡ് എന്താണെന്ന് നേരത്തെ പഠിച്ചു അല്ലേ, കാൽഷ്യം ഓക്സൈഡ് ക്വിക്ലൈം ആണ്. സോ ഈ ക്വിക്ലൈം എന്ന് പറയുന്നത് സിമന്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസിൽ ഡീകമ്പോസിഷൻ ഓഫ് ദി ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്, മറക്കാതെ സൂക്ഷിക്കുക. ഓക്കെ, ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്തായിരുന്നു, ഒരു സിംഗിൾ റിയാക്ടന്റ് സ്മോളർ പ്രോഡക്ട്സ് ആയിട്ട് മാറി. ഇനി 3 ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ തന്നെ ഉണ്ട്. അതായത് നമുക്ക് നോക്കാം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഹീറ്റിംഗ് വഴിയാണ് നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരായിരിക്കും തെർമൽ ഡീകമ്പോസിഷൻ. എന്തായിരിക്കും, തെർമൽ ഡീകമ്പോസിഷൻ. ഓക്കെ, പൊസിഷൻ. അതായത് നമ്മൾ ലെഡ് നൈട്രേറ്റ് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഫെറസ് സൾഫേറ്റ് ഹീറ്റ് ചെയ്തതും ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്യുന്നതൊക്കെ എക്സാമ്പിൾസ് ഫോർ ദി തെർമൽ ഡീകമ്പോസിഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി തെർമൽ ഡീകമ്പോസിഷൻ പഠിക്കാം. എന്താണ്, ലെഡ് നൈട്രേറ്റ് PbNO3 ആയിട്ടുള്ള ലെഡ് നൈട്രേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, NO3 ട്വൈസ് അല്ലേ ലെഡ് നൈട്രേറ്റ്. അപ്പോൾ NO3 ട്വൈസ് ആയുള്ള ലെഡ് നൈട്രേറ്റ് ടെസ്റ്റ് ട്യൂബിലിട്ട് എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം. സോ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തെർമൽ ഡീകമ്പോസിഷൻ നടന്നുകൊണ്ട് സ്മോൾ പ്രോഡക്റ്റ് ആയിട്ടുള്ള ലെഡ് ഓക്സൈഡും അതോടൊപ്പം തന്നെ നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, ഒരു സിംഗിൾ റിയാക്ടന്റ് സ്മോളർ പ്രോഡക്ട്സ് ആയിട്ട് മാറി. അത് വിത്ത് ഹെൽപ്പ് ഓഫ് ഹീറ്റിംഗ് ആയതുകൊണ്ട് അത് എന്ത് ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ആയി, തെർമൽ ഡീകമ്പോസിഷൻ ആയി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ആണ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ബൈ പാസിംഗ് എന്ത്, ഇലക്ട്രിസിറ്റി. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടാണ് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതെന്താണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. എന്ത് ഡീകമ്പോസിഷൻ, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ അല്ലെ, ഡീകമ്പോസിഷൻ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് എന്ത് ചെയ്യാം, ഒരു മഗ് എടുക്കാം. ഒരു മഗ് എടുത്തിട്ട് ആ മഗിന്റെ താഴെ 2 ഹോൾസ് ഇടാം. ആ ഹോൾസിന്റെ അവിടെ 2 റബ്ബർ സ്റ്റോപ്പർ കൊണ്ട് എന്ത് ചെയ്യാം, അതിനെ ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന്റെ അകത്തോട്ട് ഒരു കാർബൺ റോഡ്, 2 കാർബൺ റോഡുകൾ റബ്ബർ സ്റ്റോപ്പറിന്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യാം, നമുക്കൊരു ബാറ്ററി, ഒരു 6 വോൾട്ട് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ബാറ്ററി ആകുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്, ഒരു പോസിറ്റീവ് എൻഡിങ് കാണും, ഒരു നെഗറ്റീവ് എൻഡിങ് കാണും അല്ലെ. അപ്പൊ പോസിറ്റീവ് എൻഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആനോഡ്. പോസിറ്റീവ് എൻഡ് വിളിക്കുന്ന പേരാണ് എന്ത്, ആനോഡും നെഗറ്റീവ് എൻഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കാഥോഡ്. നെഗറ്റീവ് എൻഡ് എന്താണ്, കാഥോഡ് ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബീക്കറിനകത്ത് കുറച്ച് വാട്ടർ എന്ത് ചെയ്യാം, ഫിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് കുറച്ച് ഡൈലൂട്ട് 2 or 3 ഡ്രോപ്സ് ഓഫ് ഡൈലൂട്ട് H2SO4 ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ കാർബൺ റോഡിന്റെ മുകളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് വെച്ചിട്ട് അത് കാർബൺ റോഡിന്റെ മുകളിൽ കൂടെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കാം. എന്നിട്ട് ഒരു കുറച്ച് നേരം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഈ എക്സ്പെരിമെന്റ് അങ്ങനെ വെച്ചിരിക്കാം. അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആനോഡിന്റെ
അവിടെയും കാഥോഡിന്റെ അവിടെയുള്ള എന്താണ് നമ്മുടെ കാർബൺ റോഡിന്റെ മുകളിൽ കൂടെ നമ്മൾ എന്ത് വെച്ചു, ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചു അല്ലെ. അപ്പൊ ആ ടെസ്റ്റ് ട്യൂബിന്റെ അവിടെ വെള്ളം റീപ്ലേസ് ആയിട്ട് കുറച്ച് എന്ത് ഫോം ചെയ്യുന്ന കാണാം, ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാം. അതായത് വാട്ടറിന്റെ അകത്തോട്ട്, വാട്ടറല്ല അതിൻ്റെ അകത്തിരിക്കുന്നത്, സോ വാട്ടറിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് പാസ് ചെയ്തു, കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്തു, ഡീകമ്പോസ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. അതായത് കാഥോഡ്, നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡിന്റെ അവിടെ ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസും പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിന്റെ അവിടെ ഫോം ചെയ്യുന്നത് ഓക്സിജൻ ഗ്യാസും ആയിരിക്കും. ആൻഡ് ദി മെയിൻ പോയിന്റ് എന്താണ്, ഓക്സിജനെക്കാട്ടും ട്വൈസ് ദി എമൗണ്ട് ഓഫ് ഗ്യാസ് ആയിരിക്കും ഹൈഡ്രജൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വാട്ടറിൻ്റെ അകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറി, വാട്ടർ H2 അല്ലേ, എന്തായിട്ട് മാറി, ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തു, മാറി. ഓക്കെ, ഇതാണ് എന്ത്, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന ചോദിച്ചില്ലേ. വേറെ ഒന്നുമല്ല, ഇലക്ട്രിസിറ്റി കുറച്ച് നല്ലതുപോലെ പാസ് ചെയ്യാനാണ് എന്ത് ആഡ് ചെയ്തത്, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തത്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, വേറെ എന്തൊക്കെ ആഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഡൈലൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പ് NaCl ആയാലും ആഡ് ചെയ്യാം. സോ ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഗ്യാസ് ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു, കാഥോഡിന്റെ അകത്ത് ഹൈഡ്രജൻ ഗ്യാസും ആനോഡിന്റെ അകത്ത് ഓക്സിജൻ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബ് എടുത്ത് വെച്ചിട്ട് അവിടെ ബേണിംഗ് കാൻഡിൽ കൊണ്ട് കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഓക്സിജൻ ആണെന്ന് മനസ്സിലായത്. ഓക്സിജൻ ആകുന്ന സമയത്ത് അത് ബ്രൈറ്റ് ആയിട്ട്, കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, ബേൺ ചെയ്യുന്നുണ്ടാകും. അതേസമയം ഹൈഡ്രജൻ ആണെങ്കിലോ പോപ്പ് സൗണ്ടിലായിരിക്കും ബേൺ ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ ഒരു ഈ ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഓക്സിജൻ ആണെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് ബേൺ ചെയ്യും, ഹൈഡ്രജൻ ആണെങ്കിൽ പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ ബൈ പാസിംഗ് എന്ത്, ഇലക്ട്രിസിറ്റി. ഇനി മൂന്നാമത്തെ ടൈപ്പ് പഠിക്കാം. അതായത് എന്താണ്, നമ്മൾ സൺലൈറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഫ് സൺലൈറ്റ് ഇസ് പാസ് ത്രൂ ഇറ്റ്, സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നത്, സൺലൈറ്റ് എന്നില്ല ലൈറ്റിന്റെ പ്രസൻസിലാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. എന്തായിരിക്കും അത്, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. സോ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്കൊരു ചൈന ഡിഷിൽ സിൽവർ ക്ലോറൈഡ് ആയിട്ടുള്ള AgCl എടുക്കാം. സോ സൺലൈറ്റ് കൊണ്ട് വെക്കുന്ന സമയത്ത് AgCl ആക്ച്വലി വൈറ്റ് ഇൻ കളറായിരുന്നു. ഈ വൈറ്റ് ആയിട്ടുള്ള AgCl എന്ത് കളറിലോട്ട് മാറി, സൺലൈറ്റിൽ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ഗ്രേ കളറിലുള്ള, എന്ത് കളറിലുള്ള, ഗ്രേ കളറിലുള്ള സിൽവർ ആയിട്ടും അതുപോലെ തന്നെ ക്ലോറിനായിട്ട് മാറി. അപ്പൊ വൈറ്റ് കളറിലായിട്ടുള്ള AgCl ചൈന ഡിഷിൽ എടുത്ത് വെച്ചപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ആ വൈറ്റ് കളർ എന്ത് കളറായി മാറി, ഗ്രേ കളറായി മാറി. അപ്പൊ ഇവിടെ എന്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് നടന്നത്, സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് സിൽവറും ക്ലോറിനുമായിട്ട് Cl2 ആയിട്ട് എന്ത് ചെയ്തു, മാറി. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട് അബൌട്ട് ദി AgBr. AgBr എന്താണ്, സിൽവർ ബ്രോമൈഡ് അല്ലെ. അപ്പൊ AgBrഉം ഇതുപോലെ തന്നെ സൺലൈറ്റിന്റെ പ്രസൻസിൽ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, സിൽവറും അതുപോലെ തന്നെ ബ്രോമിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, മാറുന്നുണ്ടാവും. സോ ഈ രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, പണ്ട് കാലങ്ങളിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക്കകത്ത് ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ്, സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും ആയിരിക്കും. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഒരു നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു എനർജി വേണം. അതായത് വേണമെങ്കിൽ ഹീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റും ആകാം. സോ ആ രീതിയിൽ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ട്, ഹീറ്റിംഗ് വഴിയാണ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെർമൽ ഡീകമ്പോസിഷൻ ആയിട്ടും, എക്സാമ്പിൾ എന്താണ്, ലെഡ് നൈട്രേറ്റ് എടുക്കാം, നേരത്തെ പഠിച്ച ഫെറസ് സൾഫേറ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം, ലൈം സ്റ്റോൺ ആയാലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താണ്, വാട്ടറിന്റെ അകത്തോട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ സംഭവിച്ചിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഹൈഡ്രജൻ ആയിട്ടും ഓക്സിജൻ ആയിട്ടും മാറുന്നുണ്ടാവും.
ആൻഡ് സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ അത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ ആയിട്ട് മാറും. എക്സാമ്പിൾ എന്താണ്? സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും. ഇത് രണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്ര മനസ്സിലായല്ലോ. നമുക്കിനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റി പഠിക്കാം. അബൌട്ട് ദി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? രണ്ട് അയൺ നീൽ എടുക്കാം. എന്തെടുക്കാം? അയൺ നീൽ എടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? രണ്ട് ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് എ എന്നും ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ബി എന്നും എഴുതിയിട്ട് രണ്ടിലും എന്തെടുക്കാം? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാം. രണ്ടിലും എന്തെടുക്കാം? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാം. സോ കോപ്പർ സൾഫേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ എന്താണ്? ബ്ലൂ കളറിലാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു അയണിയിൽ എടുത്ത് എന്ത് ചെയ്യാം? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ അകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ടിരിക്കാം. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാനായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. സോ ബി സൊല്യൂഷന്റെ അകത്ത് നമ്മൾ കോപ്പർ സൾഫേറ്റിന്റെ അകത്തോട്ട് ഒരു അയണിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? 20 മിനിറ്റ്സ് അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വാട്ട് ഡു യു ഒബ്സർവ്? അതായത് അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ്? കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്യാത്ത അയണിയിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ അയണിയിൽ എന്ത് കളറായി? ബ്രൗൺ കളറിലോട്ട് മാറുന്നത് കണ്ടു അല്ലെ? ബ്രൗൺ കളറിലോട്ട് അത് എന്ത് ചെയ്തു? മാറി. അതേസമയം എന്താണ്? അയണിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന കോപ്പർ സൾഫേറ്റിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ബ്ലൂ കളറിലുള്ള കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്ത് ചെയ്തു? ഫേഡായി. ബ്ലൂ കളർ എന്ത് ചെയ്തു? ഫേഡ് ആവുന്ന കണ്ടു. സോ ഇതാണ് എന്ത് ചെയ്തത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതായത് അയൺ എന്ന് പറയുന്നത് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള അയണ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ വന്നിരുന്ന എന്ത് ഫോം ചെയ്യും? ഒരു ഫെറസ് സൾഫേറ്റ് FeSO4 ഫോം ചെയ്യും. എന്നിട്ട് കോപ്പറിനെ മാറ്റി നിർത്തും. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഡിസ്പ്ലേസസ് ദി ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് അല്ലേ? one metal displaces the other metal in a chemical reaction is called as എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ അയൺ അല്ലേ എടുത്തത്? കോപ്പറിനെക്കാട്ടും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ് സിങ്ക്. സോ സിങ്ക് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതേ റിയാക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ്? സിങ്ക് കോപ്പർ സൾഫേറ്റിന്റെ അകത്തുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് സിങ്ക് സൾഫേറ്റും അതോടൊപ്പം തന്നെ എന്തും ഫോം ചെയ്യും? കോപ്പറും ഫോം ചെയ്യുന്നുണ്ടാകും അല്ലെ? നമുക്കിനി എന്ത് നോക്കാം? വേറെ ലെഡ് നോക്കാം. ലെഡ്. സോ ലെഡ് എന്ന് പറയുന്നത് നമ്മൾ കോപ്പർ ക്ലോറൈഡ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്യാം അല്ലെ? കോപ്പർ ക്ലോറൈഡ്. സോ ലെഡ് എന്ന് പറയുന്നത് കോപ്പറിനെക്കാട്ടും റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പറിനെ ലെഡ് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യും? PbCl2 ഫോം ചെയ്തു. അലോങ് വിത്ത് എന്താണ്? കോപ്പറായിട്ട് ഫോം ചെയ്യും. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റിയാക്ഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ അയണും സിങ്കും ലെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കോപ്പറിനെ കാട്ടും കുറച്ചുകൂടി റിയാക്റ്റീവ് ആയിട്ടുള്ള മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിട്ടുള്ള ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നോക്കാം. അപ്പൊ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായിരിക്കും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? അതിന് നമുക്ക് Na2SO4 എടുക്കാം. Na2SO4 എന്താണ്? സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിന്റെ അകത്തോട്ട് ബേരിയം ക്ലോറൈഡ് BaCl2 മിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടാകുന്നത്? സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസസ് വിച്ച് ഈസ് ഇൻസോലബിൾ ഇൻ ദി വാട്ടർ കാണാൻ പറ്റും. അപ്പൊ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ എന്താണ്? സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ കിട്ടുന്നുണ്ടാവും. അപ്പൊ എന്തായിരിക്കും അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? Na+ഉം അതുപോലെ തന്നെ എന്താണ്? SO4 2- ഉണ്ട്. അതേപോലെ ബേരിയം ക്ലോറൈഡിലും എന്താണ്? Ba2+ഉം
അതുപോലെ തന്നെ Cl- ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് എക്സ്ചേഞ്ച് ഓഫ് ദി അയോൺ നടക്കും. അതായത് സോഡിയം സൾഫേറ്റിന്റെ അയോൺസും ബേരിയം ക്ലോറൈഡിന്റെ അയോൺസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ എക്സ്ചേഞ്ച് ചെയ്യാം. അതായത് സോഡിയവും ക്ലോറൈഡും തമ്മിലും അതുപോലെ തന്നെ ബേരിയവും സൾഫേറ്റും തമ്മിൽ എന്ത് ചെയ്യും? ജോയിൻ ആവും അല്ലെ? എക്സ്ചേഞ്ച് ആയിട്ട് അവിടെ ജോയിൻ ആവും. അതായത് ഇവിടെ എന്ത് ഫോം ചെയ്യും? BaSO4 അതുപോലെ തന്നെ എന്ത് ഫോം ചെയ്യും? NaCl ഫോം ചെയ്യും അല്ലെ? ഈ BaSO4ന്റെ അകത്തുള്ള എന്താണ് Ba2+ഉം SO4 ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷൻ എന്ത് മനസ്സിലായി? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് എക്സ്ചേഞ്ച് ഓഫ് അയോണുകൾ സംഭവിച്ചില്ല. എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് അയോൺ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ആണ്. അതാണ് ആ കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചേഞ്ചസ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷനെ പറ്റി പറഞ്ഞ സമയത്ത് അവിടെ ലെഡിന്റെയും പൊട്ടാഷ്യം അയഡൈഡ്, ലെഡ് നൈട്രേറ്റിന്റെയും പൊട്ടാഷ്യം അയഡൈഡിന്റെയും കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയേ. ലെഡ് നൈട്രേറ്റ് PbNO3 എന്തായിരുന്നു? ട്വൈസ് ആയിരുന്നു അല്ലെ? ലെഡ് നൈട്രേറ്റും പൊട്ടാഷ്യം അയഡൈഡ് എന്തായിരുന്നു? KiO ആയിരുന്നു അല്ലെ? ലെഡ് നൈട്രേറ്റിന്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് അയോൺ ഉണ്ടാവും? Pb2+ഉം NO3- ഉണ്ടാവും. പൊട്ടാഷ്യം അയഡൈഡോ K+ഉം I- കാണും അല്ലെ? അപ്പൊ ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് എക്സ്ചേഞ്ച് ഓഫ് അയോണുകൾ ടേക്സ് പ്ലേസ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? ലെഡും അയഡൈഡും കൂടെ മിക്സ് ചെയ്ത് Pbi2ഉം അതുപോലെ തന്നെ പൊട്ടാഷ്യവും നൈട്രേറ്റും കൂടെ മിക്സ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? കമ്പൈൻ ചെയ്ത് KNO3യും ഫോം ചെയ്തു. ഇവിടെ Pbi2 ആണ് എന്ത് ഫോം ചെയ്തത്? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറിയത് അല്ലെ? അപ്പോൾ ഇതെന്താണ്? യെല്ലോ വിച്ച് ഇസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ ആയിരിക്കും. അപ്പൊ ഏത് റിയാക്ഷനിലായിരിക്കോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത് ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. എന്തായിരിക്കും? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. അപ്പൊ നമ്മൾ സബായിട്ടും പഠിച്ചു അല്ലെ? എക്സോതെർമിക്കിനെ പറ്റി പഠിച്ചു, എൻഡോതെർമിക്കിനെ പറ്റി പഠിച്ചു. ഇപ്പൊ ഇവിടെ എന്ത് പഠിച്ചു? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനെ പറ്റി പഠിച്ചു അല്ലെ? സോ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 5th ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആയിട്ടുള്ള എന്തിനെ പറ്റി പഠിക്കാം? ഓക്സിഡേഷൻ റിയാക്ഷനെ പറ്റിയും റിഡക്ഷൻ റിയാക്ഷനെ പറ്റിയും പഠിക്കാം. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ? അതിനാദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചൈന ഡിഷിന്റെ അകത്തോട്ട് കുറച്ച് കോപ്പർ പൗഡർ ഇട്ട് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഓക്സിജനുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നുണ്ടാകുന്നത്. സോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ബ്രൗൺ കളറിലായിരിക്കും മാറിയിരിക്കുന്നുണ്ടാവുന്ന കോപ്പർ ഇരിക്കുന്നുണ്ടാവുന്നത്. അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സർഫസിൽ ഒരു ബ്ലാക്ക് കോട്ട് കാണാൻ സാധിക്കും. അതായത് ഇവിടെ എന്ത് കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? അതായത് കോപ്പറും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കോപ്പർ ഓക്സൈഡ് ആയിട്ടുള്ള CuO ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഈ ഒരു കോപ്പർ ഓക്സൈഡ് ആണ് ബ്ലാക്ക് കളറിൽ അവിടെ ഫോം ചെയ്യാൻ കാരണമെന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ കോപ്പർ ഓക്സൈഡിന്റെ അകത്തോട്ട് കുറച്ച് ഹൈഡ്രജൻ ഗ്യാസിനെ പാസ് ചെയ്ത് കൊടുക്കാം. എന്താണ്? കോപ്പർ ഓക്സൈഡ് CuOയ്ക്കകത്തോട്ട് എന്ത് പാസ് ചെയ്തു? ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചു എന്താണ്? ഈ റിയാക്ഷന്റെ റിവേഴ്സിബിൾ നടന്നുകൊണ്ട് വീണ്ടും എന്ത് ഫോം ചെയ്യുന്ന കാണാൻ പറ്റി? കോപ്പറും അതുപോലെ തന്നെ വാട്ടർ H2Oയും ഫോം ചെയ്യുന്ന കാണാൻ പറ്റി. അപ്പൊ എന്താണ്? കോപ്പർ ബ്രൗൺ കളറിലുള്ള കോപ്പർ ഹീറ്റ് ചെയ്ത സമയത്ത് ബ്ലാക്ക് കളറിലുള്ള കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറി. ഈ ബ്ലാക്ക് കളറിലുള്ള കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് വീണ്ടും അത് എന്ത് കളറിലോട്ട് മാറി? ബ്രൗൺ കളറിലുള്ള കോപ്പറിലോട്ട് മാറി. മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായി? റിവേഴ്സിബിൾ ആയിട്ട് നടക്കുന്ന കണ്ടു അല്ലെ? ബ്രൗൺ ബ്ലാക്കുമായി വീണ്ടും ബ്ലാക്ക് എന്തായി? ബ്രൗൺ. അപ്പൊ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുന്നത്? അതായത് കോപ്പർ എന്ത് ചെയ്തു? ആദ്യത്തെ റിയാക്ഷനിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു അല്ല? ആദ്യത്തെ റിയാക്ഷൻ ചെയ്തു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്തു. രണ്ടാമത്തേതിലോ കോപ്പർ ഓക്സൈഡ് ഓക്സിജൻ വിട്ടുകൊടുത്ത് എന്ത് ചെയ്തു? കോപ്പർ ആയിട്ട് മാറി. ഇതാണ് ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്?
ഒരു സബ്സ്റ്റൻസസ് ഒരു റിയാക്ടന്റ് ഓക്സിജൻ അറ്റൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഓക്സിജൻ ഗെയിൻ ചെയ്ത് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം എന്തായിരിക്കും? അതേ കമ്പൈൻ ചെയ്ത് കിട്ടിയ ഓക്സിജനെ വിട്ടുകൊടുത്തുകൊണ്ട് പോകുന്നത്, അതായത് എന്താണ്? റിമൂവൽ ഓഫ് ദി ഓക്സിജനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? റിഡക്ഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ആദ്യത്തെ റിയാക്ഷനിൽ കോപ്പർ ഓക്സിജനെ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. അപ്പൊ അവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. രണ്ടാമത്തെ റിയാക്ഷനിലോ കോപ്പർ ഓക്സൈഡ് ഓക്സിജനെ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തുകൊണ്ട് വെറും കോപ്പർ ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ റിയാക്ഷൻ നടന്നു. അതായത് ഗെയിനിങ് ഓഫ് ദി ഓക്സിജൻ ആണ് ഓക്സിഡേഷൻ റിയാക്ഷനും റിമൂവൽ ഓഫ് ദി ഓക്സിജനുമാണ് എന്ത്? റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. കോപ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഓക്സിജൻ ഗിവ് ചെയ്തുകൊണ്ട് കോപ്പർ ഓക്സൈഡ് അവിടെ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു അല്ലെ. ഹൈഡ്രജനെ നോക്കുമ്പോഴോ ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ ഓക്സിജനെ ഗെയിൻ ചെയ്തുകൊണ്ട് H2 ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു അല്ലെ. കോപ്പർ ഓക്സൈഡ് എന്ത് ചെയ്തു? ഓക്സിജനെ വിട്ടുകൊടുത്തുകൊണ്ട് കോപ്പറും ഫോം ചെയ്തു. ഹൈഡ്രജൻ ഓക്സിജനെ ഗെയിൻ ചെയ്തുകൊണ്ട് വാട്ടറും ഫോം ചെയ്തു. അപ്പോൾ ഒരേ റിയാക്ഷൻ്റെ അകത്ത് തന്നെ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. അങ്ങനെ ഒരേ റിയാക്ഷൻ്റെ അകത്ത് തന്നെ രണ്ടും സംഭവിച്ചാൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? റെഡോക്സ് റിയാക്ഷൻ. എന്തായിരിക്കും അത്? റെഡോക്സ് റിയാക്ഷൻ. മനസ്സിലായല്ലോ. സോ വാട്ട് ഈസ് റെഡോക്സ് റിയാക്ഷൻ? ഒരു റിയാക്ഷൻ്റെ അകത്ത് തന്നെ റിയാക്ഷൻ മീൻസ് ഒരു റിയാക്ഷൻ്റെ അകത്ത് തന്നെ റിഡക്ഷനും ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റെഡോക്സ് റിയാക്ഷൻ്റെ അകത്ത് ഇനിയും എക്സാമ്പിൾ ഉണ്ട്. അതായത് എന്തൊക്കെയായിരിക്കും? ഫോർ എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ടു ഗീവ് യു സിങ്ക് പ്ലസ് അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്. അപ്പൊ ഈ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സിങ്ക് ഓക്സൈഡിനകത്ത് എന്തുണ്ട്? ഒരു ഓക്സിജൻ ഉണ്ടായിരുന്നു. അതിനെ റിമൂവ് ചെയ്തുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ടാണ് എന്ത് നടന്നത്? സിങ്ക് ഫോം ചെയ്തത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? റിമൂവൽ ഓഫ് ഓക്സിജൻ, സോ റിഡക്ഷൻ സംഭവിച്ചു. അതേസമയം കാർബൺ ആണെങ്കിൽ ഓക്സിജൻ ഗെയിൻ ചെയ്തുകൊണ്ട് CO ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഗെയിനിങ് ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ ഒരേ റിയാക്ഷനകത്ത് എന്ത് തന്നെ സംഭവിച്ചു? റിഡക്ഷനും നടന്നു, ഓക്സിഡേഷൻ നടന്നു. സോ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എന്ത്? റെഡോക്സ് റിയാക്ഷൻ. ഇനി നോട്ട് ദി പോയിന്റ്. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും? ഗെയിനിങ് ഓഫ് ദി ഓക്സിജൻ മാത്രമല്ല. എന്താണ് ഗെയിനിങ് ഓഫ് ദി ഓക്സിജൻ മാത്രമല്ല, എന്തും എന്താണ് റിമൂവൽ ഓഫ് ദി ഹൈഡ്രജനും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓക്സിഡേഷന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായാലോ. അതുപോലെ തന്നെ റിഡക്ഷൻ എടുക്കുന്ന സമയത്ത് റിമൂവൽ ഓഫ് ദി ഓക്സിജൻ മാത്രമല്ല, എന്താണ് ഗെയിനിങ് ഓഫ് ദി ഹൈഡ്രജനും എന്തിന്റെ എക്സാമ്പിൾ ആണ്? റിഡക്ഷന്റെ ഇതാണ്. അതായത് എന്താണ് കൺഫ്യൂസ് ആയി പോയത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഗെയിനിങ് ഓഫ് ഓക്സിജനും റിമൂവൽ ഓഫ് ഹൈഡ്രജനും. റിഡക്ഷൻ എന്തായിരിക്കും? റിമൂവൽ ഓഫ് ഓക്സിജനും ഗെയിനിങ് ഓഫ് ഹൈഡ്രജനും ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നുണ്ടാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പഠിച്ച ഓർമ്മ. സോ മെഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പൊ അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? ഗെയിനിങ് ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷന്റെ എക്സാമ്പിൾ ആയിരിക്കും. ഇനി ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എവറിഡേ ലൈഫിലും നടക്കും. സോ ഓക്സിഡേഷൻ എവറിഡേ ലൈഫിലും നമുക്ക് നോക്കാം. അല്ല ആദ്യത്തെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും? കൊറോഷൻ. ഓക്കെ. അപ്പൊ കൊറോഷനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ന്യൂ അയൺ എന്ന് പറയുന്നത്, ഒരു ന്യൂ അയൺ റോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര ഷൈനിങ് ആയിരിക്കും അല്ലെ. ഭയങ്കര ഷൈനിങ് ആയിട്ടായിരിക്കും എന്തിരിക്കുന്നത്? അയൺ ഇരിക്കുന്നത്. ഒരു കുറേ മാസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ആ അയൺ, ഷൈനി ആയിട്ടുള്ള അയൺ എന്തായിട്ട് മാറും? ഒരു റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറുന്നത് സാധിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? തുരുമ്പ് ഫോർമേഷൻ ഓഫ് ദി റസ്റ്റ് ആയിരിക്കും എന്ത് ഇതെന്ന് പറയുന്നത്. സോ എന്തായിരിക്കും? ഷൈനി ആയിട്ടുള്ള അയൺ കുറച്ച് ദിവസം കുറച്ച് മാസം കഴിയുമ്പോൾ റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള അവിടെ എന്ത് ഫോം ചെയ്യും? റസ്റ്റ് അവിടെ ഫോം ചെയ്യും. അയൺ മാത്രമല്ല എന്ത് ഫോം ആണ്? നമ്മുടെ കോപ്പർ ഇല്ലേ, കോപ്പർ, ചെമ്പിലുള്ള നമ്മുടെ വിളക്ക് പോലെ സംഭവം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് എന്ത് കളറിലോട്ട് മാറുന്ന കാണാൻ പറ്റും? ഗ്രീൻ കളറിലോട്ട് മാറുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിൽവർ ഓർണമെന്റ്സ് ഇല്ലേ, നമ്മുടെ കൊലുസൊക്കെ സിൽവർ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ അതും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലാക്കിഷ് കോട്ട് വരുന്ന കാണാൻ പറ്റൂലേ. ആ ഒരു സിൽവർ തിളക്കമൊക്കെ പോയിട്ട് ഒരു ബ്ലാക്ക് കോട്ട് വരുന്ന കാണൂലേ. അപ്പൊ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കൊറോഷന്റെ എക്സാമ്പിൾ ആയിരിക്കും. അതായത് എന്താണ് കൊറോഷൻ എന്ന് പറയുന്നത്? നമ്മുടെ മെറ്റലിന്റെ സർഫസ് അറ്റ്മോസ്ഫിയറിന്റെ അകത്തുള്ള
ആസിഡായിട്ടോ മോയ്സ്ചറായിട്ടൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ടാർണിഷിങ് ഫോം ചെയ്യും. അവിടെ ഒരു എന്ത് ഫോം ചെയ്യും? ടാർണിഷിങ് അല്ലെങ്കിൽ കൊറോഡായിട്ട് മാറും. എന്താ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോഷൻ. സോ ആ മെറ്റൽ റിയാക്ട്സ് വിത്ത് ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ചേഞ്ചസ് ഇൻ ടു എ ടാർണിഷ് ഓർ കൊറോഡ് ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് എന്ത്? കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോഷന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? റസ്റ്റിംഗ് ഓഫ് ദി അയൺ ഉണ്ട്, ദി ഗ്രീൻ ഫോർമേഷൻ ഓഫ് ദി കോപ്പർ ഉണ്ട്, ബ്ലാക്ക് കോട്ട് ഇൻ ദി സിൽവർ. ഇസ് എക്സാമ്പിൾ ഓഫ് എന്ത്? കൊറോഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നമ്മുടെ കാറും ബ്രിഡ്ജും റെയിലിങ്സും ഷിപ്സും ഒക്കെ ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണ്? അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ അയണിന്റെ റസ്റ്റിംഗ് അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്ന ഒരു ബിഗ് ഇഷ്യൂ ആയിരിക്കും. സോ അയണിന്റെ കൊറോഷനെ പറ്റി അത് റസ്റ്റിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 3 നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ. നമുക്കിനി രണ്ടാമത്തെ ഓക്സിഡേഷന്റെ ഡെയിലി ലൈഫ് നോക്കാം. അതായത് റാൻസിഡിറ്റി ആയിരിക്കും. എന്തായിരിക്കും? റാൻസിഡിറ്റി. അപ്പൊ എന്താണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവും? ഫാറ്റി അല്ലെങ്കിൽ ഓയിലി ഫുഡ് കാണും അല്ലെ. ഈ ഫാറ്റി അല്ലെങ്കിൽ ഓയിലി ഫുഡ് നമ്മൾ കുറേ ടൈം കഴിയുമ്പോൾ രാവിലെ ഉണ്ടാക്കി രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോഴത്തേക്കും അത് സ്മെല്ലിലും അതുപോലെ തന്നെ ടേസ്റ്റിലും എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. സ്മെല്ലിലും അതുപോലെ തന്നെ എന്തുണ്ടാവും? ടേസ്റ്റിലും. സ്മെല്ലിലും അതുപോലെ തന്നെ എന്തിലും? ടേസ്റ്റിലും ചേഞ്ച് കാണാൻ സംഭവിക്കും. അതെന്തുകൊണ്ടാണ്? വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് അറ്റ്മോസ്ഫിയറിൻ്റെ അകത്തുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അത് എന്താവുന്നുണ്ടാവും? റാൻസിഡ് ആയിട്ട് മാറുന്നുണ്ടാവും അല്ലെ, ചീത്തയായി പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു സ്മെല്ലിലും ടേസ്റ്റിലും ഒരു മാറ്റം സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഓക്സിഡേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഈ റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാം? വേറൊന്നുമല്ല, റാൻസിഡിറ്റി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ഓഫ് ദി ഫാറ്റ് ആൻഡ് ഓയിൽ കാരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്താ ആഡ് ചെയ്യാം? ആന്റി ഓക്സിഡന്റ് ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യാം? ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ തടഞ്ഞുകൊണ്ട് റാൻസിഡിറ്റി എന്ത് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് വേറെ എന്തൊക്കെ മെത്തേഡ് ഉണ്ട്. അതായത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം. കുറച്ച് നല്ല എയർ ഒന്നും കയറാത്ത വിധത്തിലുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മുടെ ഈ ഒരു ഓയിലി ഫുഡോ അല്ലെങ്കിൽ ഫാറ്റി ഫുഡോ ഒക്കെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തായിരിക്കും? നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യും. അപ്പം നമ്മൾ ആലോചിക്കും നൈട്രജൻ ഗ്യാസും പേടിക്കും. ചിപ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ ചിപ്സിൻ്റെ അകത്ത് കുറച്ച് എയർ ഫിൽഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുന്നത് അത് വേറെ ഒന്നുമല്ല, നൈട്രജൻ ഗ്യാസ് ആയിരിക്കും. സോ നൈട്രജൻ ഗ്യാസ് ചിപ്സ് പോലുള്ള ഓയിലി ഫുഡിൻ്റെ അകത്തൊക്കെ നമ്മൾ വെക്കുന്നത് മീൻസ് പാക്ഡ് ഫുഡ് വെക്കുന്ന സമയത്ത് അതും എന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മുടെ റാൻസിഡിറ്റി പ്രിവെന്റ് ചെയ്യുന്നുണ്ടാകും. സോ ദീസ് ആർ ദി മെത്തേഡ്സ് ടു പ്രിവെന്റ് എന്ത്? റാൻസിഡിറ്റി. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു നമുക്ക് നട്ഷലായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിച്ചു. പിന്നെ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് നടക്കുന്ന മാറ്റങ്ങളെ പറ്റി അല്ലെ, ചേഞ്ചസിനെ പറ്റി പഠിച്ചു അല്ലെ. എന്തൊക്കെ ചേഞ്ച് നടക്കും? അതിന്റെ സ്റ്റേറ്റിലും അതുപോലെ തന്നെ കളറും ടെമ്പറേച്ചറിലും ചേഞ്ച് ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഗ്യാസോ ലൈറ്റോ എല്ലാം ഇവോൾവ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ബാലൻസിങ് ഓഫ് ദി കെമിക്കൽ ഇക്വേഷനിലെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡാണ് പഠിച്ചത്. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ എക്സാമ്പിൾസ് അത് നോക്കി പഠിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. നമ്മൾ പിന്നെ എന്ത് പഠിച്ചു? 5 ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, പിന്നെ എന്തായിരുന്നു? റെഡോക്സ് റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്തായിരുന്നു? അതായത് ഒരു 2 or more റിയാക്ടന്റ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഫോം ചെയ്തു. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇതൊക്കെ നോക്കണേ. അതുപോലെ തന്നെ എന്തെന്ന് പഠിച്ചു? ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു. എന്താണ് ഡീകമ്പോസിഷൻ? ഒരു സിംഗിൾ റിയാക്ടന്റ് സ്മോൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറിപ്പോയി. മൂന്നാമത്തെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താണ്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടാവും. എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? എക്സ്ചേഞ്ച് ഓഫ് ദി അയോൺസ് ആ റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. പിന്നെ എന്ത് പഠിച്ചു? റെഡോക്സ് റിയാക്ഷൻ, ഗെയിനിങ് ഓഫ് ദി ഓക്സിജൻ ഓക്സിഡേഷനും അതുപോലെ തന്നെ റിമൂവൽ ഓഫ് ദി ഓക്സിജൻ റിഡക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? റെഡോക്സ് റിയാക്ഷൻ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഓക്സിഡേഷൻ റിയാക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫ് നടക്കുന്നുണ്ട്. എങ്ങനെയായിട്ട്? കൊറോഷൻ ആയിട്ടും അതുപോലെ തന്നെ റാൻസിഡിറ്റി ആയിട്ടും. കൊറോഷൻ എന്തായിരുന്നു? അയൺ, കോപ്പർ, സിൽവർ പോലുള്ള മെറ്റലുകളൊക്കെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടന്റുമായിട്ടോ ആസിഡ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കൊറോഡ് ആകും. പിന്നെ റാൻസിഡിറ്റി എന്തായിരുന്നു? ഫാറ്റി ആയിട്ടോ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാകും? ഓക്സിഡേഷൻ ആയിട്ട് അത് ഒരു റാൻസിഡായിട്ട് ചീത്തയായി പോകുന്നുണ്ടാകും. സോ മെത്തേഡ് ടു പ്രിവെന്റ് റാൻസിഡിറ്റും എന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ റിയാക്ഷൻ
ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിച്ചൊരു കാര്യം. എന്തെങ്കിലും ഡൗട്ടോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്